അപ്പോൾ ആദ്യം വന്ന് എൻ്റെ ദേഹത്ത് മൂത്രം ഒഴിക്കണമെന്ന് വെച്ചാൽ മൂത്രം ഒഴിക്കുകയാണ്. അങ്ങനെ എന്താ പറയുക, ഈ സാധാരണ പട്ടി അഭിനയിപ്പിക്കാൻ കൊണ്ടുവരുമ്പോൾ തലേന്ന് പട്ടിണിക്കിട്ട് കൊണ്ടുവരും. എന്നിട്ട് ഈ പട്ടിയുടെ തന്നെ മൂത്രം ഒരു കുപ്പി കൊണ്ടുവന്നിട്ട് അതെൻ്റെ കാലിലൊഴിച്ചു. അപ്പോൾ ഞാനത് സിനിമയ്ക്ക് വേണ്ടി ദോശയും ചട്നിയും എന്തോ കഴിച്ചിട്ട് അതാണ് വൊമിറ്റ് ചെയ്യണത്. അത് വൊമിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നടക്കുകയാണ്. പട്ടി ഒന്ന് മൂത്രം ഒഴിച്ചു, നേരെ അടുത്ത് വന്ന് നക്കണില്ല. എന്നെ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ചിലപ്പോൾ. പട്ടി നക്കാതെ കറങ്ങി തിരിഞ്ഞ് പട്ടി അങ്ങ് പോയി. ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, കുറച്ച് ബീഫ് കറി വല്ലതും വെച്ച് ചേച്ചി അത് തന്നാൽ വൊമിറ്റ് ചെയ്യാം. സാർ അത് വേണം സാർ, ബീഫ് സാപ്പിട്ടാണ് നോൺ വെജിനാ കടിച്ചിട്ട് പോകുന്നത്. തന്നെ ബീഫാണ് എന്നെ കടിക്കുന്നത് വെച്ചാൽ കടിക്കുമോ സാർ? അത് യാറും എന്തമാതിരി ഉള്ളി അങ്ങ് നിരുത്സാഹപ്പെടുത്തുക, ഇങ്ങനെ ചെയ്യൂല, മുഖത്ത് നക്കുന്ന ഗ്രാഫിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ അയാളടുത്ത് പറഞ്ഞു, അണ്ണാ ഒരു ബിയർ സാപ്പിടാൻ വേണ്ട, ആൽക്കോഹോൾ സ്മെല്ല് വന്ന് അപ്പം കടിക്കുമെന്ന്. പറഞ്ഞു ഇയാളെന്നെ പേടിപ്പിക്കാൻ വന്ന. എന്നിട്ട് ഇയാൾ കുറച്ച് കഴിഞ്ഞ് കറങ്ങി തിരിച്ചു തുടങ്ങി. അപ്പോൾ ക്യാമറ 4 ക്യാമറ ഷൂട്ട് ഡ്രോണൊക്കെ നിൽക്കുന്നു. അയാൾ പറഞ്ഞു, സാർ കൊഞ്ചം പെഡിഗിരി ഇല്ലേ, അതായത് പട്ടിയുടെ ഫുഡ് മറ്റേ കോഴി വേസ്റ്റ് എന്നൊക്കെ ഉണ്ടാക്കുന്നതാണ്, പെഡിഗിരി കുഴച്ച് വായിക്കാത്ത വെച്ചാൽ അത് വൊമിറ്റ് ചെയ്യാൻ പോകുന്നു. ഇതിങ്ങനെ കൊണ്ട് വെച്ചിട്ട് ഞാൻ ഫസ്റ്റ് ഇങ്ങനെ വൊമിറ്റ് ചെയ്ത് രണ്ടാമത് ഇങ്ങനെ ആക്കിയപ്പോൾ വയറ്റിൽ പോയില്ല ബാക്കി വെച്ചിരുന്നത്. പക്ഷെ നല്ല മധുരം കേട്ടാ. എനിക്ക് വേണ്ടി പുള്ളി ബിസ്ക്കറ്റ് വല്ലതും ചേർത്താണ്. എന്നിട്ട് ഞാൻ അങ്ങ് വീണിങ്ങനെ കിടക്കുകയാണ്. പട്ടി വരുന്നു, നേരെ വന്ന് മൂത്രം ഒഴിക്കുന്നു, നേരെ അടുത്ത് വരുന്നു. വിശന്ന് പട്ടിണി കിടന്ന പട്ടിയെ കൊണ്ടുവരണം അത് കഴിക്കാൻ വേണ്ടി. പട്ടി മൊത്തം നക്കി. ഹലോ എവരി വൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പം ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ജീവൻ എന്ന സിനിമയിലെ നായകനാണ്. ഹായ് സിനു, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഏറ്റവും വലിയ വിശേഷം എന്ന് പറഞ്ഞാൽ ഇത്രയും നാള് ക്യാമറയുടെ പിന്നിൽ നിന്ന് മുന്നിലേക്ക് വരികയാണ് അല്ലേ? അതിന് വലിയൊരു വിശേഷമാണ്. DOP ആയിരുന്നു, 32 സിനിമകൾ DOP ആയിരുന്നു. 33-ാമത്തെ പിടിച്ച് ഫ്രണ്ടിൽ നിർത്തി. കുഞ്ഞു അവിടെ ഇവിടെ ഒക്കെ കാണിച്ചെങ്കിലും അത് നമ്മൾ ചെയ്യുന്ന സിനിമകളിൽ ചിലപ്പോൾ എന്തെങ്കിലും ഷോർട്ടേജ് വരുമ്പോഴത്തേക്ക് ഒന്ന് ചെയ്യുമെന്ന് ചോദിക്കും. ഓക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നല്ലാണ്ട് ഇത് നായകനായിട്ടിരിക്കാന്ന് പറയാല് അതൊരു ഭാഗ്യമാണ്. പക്ഷെ അമ്മാതിരി ടെൻഷനും ഉണ്ട്. എന്നുവെച്ചാല് ചെറിയ നായകനൊന്നും അല്ലടേ. ഇത് 3 പാട്ട്, 2 ഫൈറ്റ്, 4 ഗെറ്റപ്പ്. അതാണെങ്കിലും വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഒരു എന്താ പറയാ, ഒരു 6-7 മാസം താടി. ഇത്രയും താടിയൊക്കെ വരുമെന്ന് ഭയങ്കര ഡൗട്ടായിരുന്നു എനിക്ക്. ഞാൻ പല താടിയുള്ള ഭയങ്കരമാണ്. ഏത് എന്റെ സ്വന്തം ഒറിജിനൽ താടി, സ്വന്തം താടി. സ്വന്തം താടി മാത്രമല്ല, നഖം വരെ വളർത്തിയിരുന്നു. ഈ മേക്കന്മാൻ ഇവിടെ മുടിയൊക്കെ പിച്ച് കളഞ്ഞു. കാരണം ഈ കുടിച്ച് ഫിറ്റായി പോകുമ്പോൾ കുറെ മുടിയൊക്കെ പൊഴിഞ്ഞ് ആ റേഞ്ചിലേക്ക് എത്തുന്ന. അപ്പോൾ താടി കട്ടയ്ക്ക് വളർന്നു പോകുന്നു. ഈ ഭ്രാന്തന്മാരെ കണ്ടില്ലേ, താടി വരും, ചിലപ്പോൾ തലയിൽ മുടി കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ പിന്നെ കയ്യിലേയും കാലം നഖം വളർത്തിയിട്ട് അപ്പോഴാണ് അത്യം പറഞ്ഞാൽ പെൺകുട്ടികൾ കുറച്ച് ബഹുമാനം തോന്നി കേട്ടോ. ഈ നഖം വളർത്തിയിട്ട് നിങ്ങൾ എങ്ങനെ കുളിക്കണമെന്ന്, ഇത് എങ്ങനെ സോപ്പ് വെച്ചാലും പറഞ്ഞു മുടി. ഇങ്ങനെ നമ്മൾ ഭയങ്കര ശ്രദ്ധിച്ചു പിന്നെ കുളിക്കേണ്ട അവസ്ഥ. ഇങ്ങനെയൊക്കെ വെച്ചിട്ട് 2 കയ്യിലും കാലിലും നഖം വളർത്താൻ പറഞ്ഞു. ട്രാൻസ്ഫോർമേഷൻ ഞാൻ ശരിക്കും വലിയ ട്രാൻസ്ഫോർമേഷൻ തന്നെയല്ലേ നടത്തിയത്. ഇത് ആക്ച്വലി ഞാൻ എന്റെ DOP ആയിട്ട് വന്നതാ. എന്റെ DOP വന്ന ആളെ പിടിച്ച് അതായത് ഇതിനകത്ത് പുതുമുഖം തന്നെ വേണം എന്നുള്ളതായിരുന്നു ഒരു തീരുമാനം. കാരണം വെച്ചാൽ ഒരുപാട് കാൻഡിഡ് ഷോട്ടുകൾ ഉണ്ടായിരുന്നു, ഒളിച്ചു വെച്ച് ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ കൊല്ലം ടൗണിൽ കൂടെയൊക്കെ ബസ് സ്റ്റാൻഡിൽ കൂടെയൊക്കെ ഓടുക, റോഡിൽ കൂടെയൊക്കെ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് കിടക്കുക, ചെരുപ്പൊന്നും ഇല്ലാതെ. അപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു നോൺ ഫേസ് വെച്ചിട്ട് ഈ സാധനം ചെയ്യാൻ പറ്റത്തില്ല, ആൾക്കാർ കൂടും. ഇത് ഞാൻ നടന്നു പോകുമ്പോൾ പലരും മൈൻഡ് ചെയ്യുന്നില്ല, അതോ ഭ്രാന്തം പോകണം രീതിയിൽ. അതുകൊണ്ട് DOP പലരെയും സ്ക്രീൻ ടെസ്റ്റ് ചെയ്തെങ്കിലും അവസാനമായിട്ട് പറഞ്ഞല്ല സിനിമ ചെയ്താൽ നന്നായിരിക്കും. അന്നേരം എനിക്ക് അബദ്ധത്തിൽ കുറച്ച് താടി ഉണ്ടായിരുന്നു, ഇതങ്ങോട്ട് വളർത്താൻ പറഞ്ഞു. വളർത്തി വന്നപ്പോഴത്തേക്ക് ഫിക്സ് ചെയ്തു. ഫിക്സ് ചെയ്ത് എങ്ങനെ ആയി. എന്നാലും ഇത്രയും നാളും ക്യാമറയുടെ പിന്നിൽ നിൽക്കുമ്പോൾ ശരിയായില്ല ഷോട്ടോ ഒന്നും കൂടെ ഇതൊക്കെ പറഞ്ഞോണ്ടിരുന്ന ആള് ഇപ്പൊ ഫ്രണ്ടിൽ വന്നപ്പോ എന്തായിരുന്നു എക്സ്പീരിയൻസ്? അത് ഈ സന പറഞ്ഞ പോലെ കറക്റ്റ് ആണ്. നമ്മൾ ബാക്കിൽ നിന്ന് ഓരോന്ന് കമന്റ് ചെയ്യുന്നു, ഇങ്ങനെ ഒന്നുകൂടെ റീടേക്ക് എന്നൊക്കെ പറയുന്നില്ലേ. ഇപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ട് ഈ മുഴുനീള സിനിമ, അതായത് എനിക്ക് തോന്നുന്നു 10-90 സീന് ഞാനില്ലാതെ, ഈ ബോബനും മോളിയിലെ പട്ടിയെ പോലെയാണ്, എല്ലാ ഫ്രെയിമിലും കാണുമല്ലോ. ഞാനില്ലാത്ത സീന് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി. അതായത് പ്രൊഫഷണലി ഞാൻ സിനിമാറ്റോഗ്രാഫറാണല്ലോ. അപ്പോൾ എനിക്ക് വലിയൊരു പാഠം കിട്ടിയെന്ന് വെച്ചാൽ, നമ്മൾ സിനിമാറ്റോഗ്രാഫി ചെയ്യുമ്പോൾ ഒരു ആർട്ടിസ്റ്റിനോട് എങ്ങനെയൊക്കെ പെരുമാറാൻ പാടില്ല എന്നുള്ളത് മനസ്സിലായി, എങ്ങനെയൊക്കെ പെരുമാറാം കൃത്യമായിട്ട് മനസ്സിലായി. ഇങ്ങനെ ഇത്രയും പാടുള്ളതാണ് എന്നൊക്കെ കാണില്ല. ഒരു പക്ഷേ ബാക്കിയുള്ളവർക്ക് പ്രൊഫഷണൽ ആർട്ടിസ്റ്റിനപ്പോൾ ഈസി ആയിരിക്കും, എനിക്കത്
കുറേയൊക്കെ എന്തെങ്കിലും പെർഫെക്ഷൻ നോക്കി അങ്ങേറ്റം പോകുമ്പോഴുള്ള പ്രശ്നങ്ങളായിരിക്കും അത് ഭയങ്കരമായിട്ട് അലർട്ടാവും നിങ്ങൾ. എന്നാലും ഒന്ന് ആലോചിച്ചൊക്കെ ഈ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ഭയങ്കര ഡെപ്തായ ഒരു ക്യാരക്ടറാണ്. കാരണം ആ ഒരു ഇപ്പൊ പേരിൽ ഉള്ള പോലെ തന്നെ ആ ഒരു ജീവൻ വരുത്തുന്ന ക്യാരക്ടറാണ്. അപ്പൊ ഫസ്റ്റ് ആയിട്ട് അഭിനയിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ റോൾ കിട്ടിയപ്പോൾ എന്താണ് ആദ്യം മനസ്സിലോട്ട് വന്നത്? ആദ്യം ഈ പറഞ്ഞ പോലെ ടെൻഷനായിരുന്നു. കാരണം ചെറിയ പെട്ട് രണ്ടാഴ്ച വേണോ നടക്കുമോ ഇനി ഡയറക്റ്റ് വെറുതെ പറഞ്ഞായിരിക്കുമോ? കാരണം സീരിയസ്ലി കാരണം ആർക്കും കിട്ടാത്തൊരു അവസരം. ഈ പറഞ്ഞ പോലെ 4 ഗെറ്റപ്പ്, സ്വന്തം പേരിൽ പടം, ജീവൻ, പിന്നെ 2 ഫൈറ്റ്, ഈ പറഞ്ഞ പോലെ 3 പാട്ട്, 4-5 ഗെറ്റപ്പ്, പല ഇതെനിക്ക് ആർക്കും കിട്ടാത്ത അവസരമില്ല. അപ്പോൾ അതിൻ്റെ ടെൻഷനുണ്ട്. ഇന്ന് എങ്ങനെ ഞാൻ ഒരു ഷോട്ട് പോലും ഞാൻ പോയി അഭിനയിച്ച ശേഷം മോണിറ്റർ നോക്കിയിട്ടില്ല. അഭിനയിക്കുന്ന മുമ്പ് എല്ലാം ലൈറ്റപ്പ് ചെയ്ത് ഫോട്ടോഗ്രാഫി ഡയറക്ടർ എന്നുള്ള രീതിയിൽ ലൈറ്റപ്പ് ചെയ്തെല്ലാം നോക്കുന്നല്ലാണ്ട് അഭിനയിച്ചിട്ട് എൻ്റെ ഷോട്ടേ നോക്കില്ല. കാരണം പേടിയാണ്. കാരണം ചിലപ്പോൾ തൃപ്തിയാവില്ല, ചില ടെൻഷനാവും. അതുകൊണ്ട് എങ്ങനെ മാക്സിമം ട്രൈ ചെയ്തു. എന്നാലും ഒരു DOPയും കൂടി ആണല്ലോ. അപ്പൊ ഇപ്പൊ ഈ സിനിമയിലാണെങ്കിലും അങ്ങനെ ഒരു പെർഫെക്ഷൻ വരുമോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല? ലൈക്ക് ഇപ്പൊ ഒരു ക്യാമറ പേഴ്സൺ എന്ന നിലയ്ക്ക് ആളുടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടല്ലോ. വ്യൂ പോയിന്റ് നമ്മൾ നോർമലി നോക്കുന്ന ആൾക്കാരുടെ വ്യൂ പോയിന്റും ഒരു ക്യാമറ പേഴ്സന്റെ വ്യൂ പോയിന്റും വ്യത്യാസമായിരിക്കുമല്ലോ. അപ്പൊ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല ഈ സിനിമയില്? ഇപ്പൊ സുനീലില് ആലോചിക്കുന്ന പോലത്തെ സീൻ വരുമോന്നൊന്നും ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ട്രെയിലർ കണ്ട് മനോഹരമായി ചെയ്തു, നന്നായിട്ട്. എന്താണ് അഭിപ്രായം? ട്രെയിലർ കണ്ടില്ലേ? കുഴപ്പമില്ലല്ലേ? ആണോ, താങ്ക് യു. അപ്പോൾ അതിലോട്ട് വന്നിട്ടില്ല, ചോദിക്കണം കുറച്ച് കാര്യങ്ങൾ. അതായത് ഇപ്പൊ ഞാൻ എൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ മമ്മൂട്ടി മുതൽ എൻ്റെ മകള് വരെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മളൊരു വർക്ക്ഷോപ്പിൽ നിൽക്കുന്ന, കാറിൻ്റെ വർക്ക്ഷോപ്പിൽ നിൽക്കുന്ന ഒരു പണിക്കാരൻ ഒരു ട്രെയിനിങ്ങിനും ഒന്നും പോകാതെ തന്നെ വണ്ടി ഓടിക്കും കുറച്ച് നാൾ കഴിയുമ്പോൾ. അങ്ങനെയാണ് വർക്ക്ഷോപ്പിൽ നിൽക്കുന്നവന്മാരെ ഓടിച്ചോളൂ. അപ്പോൾ അതുപോലെ ഞാൻ ചിലപ്പോൾ ഇത്രയും സിനിമകൾ ചെയ്തുകൊണ്ട് എൻ്റെ മുന്നിൽ എത്രയോ പേര് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അറിയാതെ ചിലപ്പോൾ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ റീഡാക്ട് ആയിരിക്കും. പെർഫോം ചെയ്തപ്പോൾ തിരിച്ചു വന്നതായിരിക്കും, അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ ട്രെയിലർ ഇപ്പോൾ പറഞ്ഞപ്പോൾ ട്രെയിലറിൽ കണ്ടൊരു സീനാണ്, ട്രെയിലറില്ല സോങ്ങിലാണ്, കുടിച്ച് അവശനായിട്ട് വീണെടുക്കുന്ന ഒരു പട്ടി വന്നിട്ട് ആ ഒരു സീന്. അതൊക്കെ എനിക്ക് ഒരു ഡെപ്ത്നെസ് ഉണ്ടായിരുന്നു. ആ ഒരു മനുഷ്യൻ പോകുന്ന ഒരു ഫേസ് കാണിക്കാൻ വേണ്ടി കാണിച്ചാണെങ്കിലും റിയൽ ലൈഫിൽ നിങ്ങൾ എങ്ങനെ അഭിനയിച്ചെന്ന് അറിയാൻ എനിക്കൊരു സിനിമ തുടങ്ങിയപ്പോഴേ ഡയറക്ടർ പറഞ്ഞു. കാരണം നമ്മൾ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ കണ്ടുണ്ട് ഈ കുടിച്ച് ഫിറ്റായി കിടക്കുമ്പോൾ പട്ടി വന്ന് നക്കുന്നതൊക്കെ. അപ്പോൾ എൻ്റെ ഡയറക്ടർ പറഞ്ഞ അങ്ങനെ ഒരു സീനുണ്ട്, അങ്ങനെ ചെയ്യാം. കാരണം ഞാൻ എൻ്റെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് എന്താ പറയുക, നമ്മൾ നടക്കും, പട്ടിയെ കൊണ്ടുവരും, പിന്നെ ഒരു ഗ്രീൻ ബോളിൽ നക്കിക്കും, എന്നിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യും. അങ്ങനെ ഗ്രാഫിക്സ് ആണല്ലോ. പക്ഷെ VFX നല്ല പൈസയാണ്. പക്ഷെ അങ്ങനെ ഒരു ഫേസ് ഒക്കെ ചെയ്യുമ്പോൾ ഇത് അങ്ങനെ ആയിരിക്കും. ഞാൻ ഇത്രയും പൈസകളൊക്കെ ചിലവാക്കുമോ എന്ന് കഴിച്ചിരിക്കുകയാണ്. ഇപ്പോൾ രാവിലെ കൊല്ലത്തൊരു ബോട്ട് ജെട്ടി, അവിടെയാണ് ഷൂട്ട്. നിറയെ ക്രൗഡൊക്കെ നിൽപ്പുണ്ട്. ഞാൻ വന്നപ്പോഴത്തേക്ക് എന്നെക്കാളും വലിയൊരു പട്ടിയെ കൊണ്ടുവന്നു കേട്ടോ. എന്ത് പട്ടി, ഞാൻ പട്ടിയായിട്ട് ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യാറില്ല കേട്ടോ. പൂച്ചേനെ ഇഷ്ടമാണ്, പക്ഷെ പട്ടി എനിക്ക് പേടിയില്ല, ഞാൻ തൊടാറില്ല. പട്ടിയെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഇത് വരും. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ ആദ്യം വന്ന് എൻ്റെ ദേഹത്ത് മൂത്രം ഒഴിക്കണമെന്ന്. മൂത്രം ഒഴിക്കണം അങ്ങനെ എന്താ പറയുക, ഈ സാധാരണ പട്ടി അഭിനയിപ്പിക്കാൻ കൊണ്ടുവരുമ്പോൾ തലേന്ന് പട്ടിണിക്കിട്ട് കൊണ്ടുവരും. എന്നിട്ട് ഈ പട്ടിയുടെ തന്നെ മൂത്രം ഒരു കുപ്പി കൊണ്ടുവന്നിട്ട് അതെൻ്റെ കാലിലൊഴിച്ചു. അതെ. അപ്പോൾ ഈ പട്ടി നേരെ വന്നു. അപ്പോൾ ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടി ദോശയും ചട്നിയും എന്തോ കഴിച്ചിട്ട് അതാണ് വൊമിറ്റ് ചെയ്യുന്നത്. അത് വൊമിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നടക്കുകയാണ്. പട്ടി വന്ന് മൂത്രം ഒഴിച്ചു, നേരെ അടുത്ത് വന്ന് നക്കണില്ല. എന്നെ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ചിലപ്പോൾ. പട്ടി നക്കാതെ കറങ്ങി തിരിഞ്ഞ് പട്ടി അങ്ങ് പോയി. അപ്പോൾ അയാൾ വന്ന് പറഞ്ഞു സാർ അത് ദോശ ചട്നി അതാണ് നക്കാത്തത് സാർ എന്ന് പറഞ്ഞു. പട്ടിണിക്കിട്ടാണ് കൊണ്ടുവന്നത്, സാധനം കഴിക്കാനാണ്. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, കുറച്ച് ബീഫ് കറി വല്ലതും വെച്ച് തേച്ച് അത് തന്നാൽ വൊമിറ്റ് ചെയ്യാം. സാർ അത് വേണം സാർ, ബീഫ് സാപ്പിട്ടാണ് നോൺ വെജിനാണ് കടിച്ചിട്ട് പോകുന്നത്. തന്നെ ബീഫാണ് എന്നെ കടിക്കുന്നത് വെച്ചാൽ കടിക്കുമോ സാർ? അത് യാറും എന്തമാതിരി ഉള്ളി അങ്ങ് നിരുത്സാഹപ്പെടുത്തുക, ഇങ്ങനെ ചെയ്യൂല, മുഖത്ത് നക്കുന്ന ഗ്രാഫിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ പട്ടിയുടെ മൂക്ക് നമ്മുടെ മൂക്കിന് അടുത്തെത്തുമ്പോൾ നമ്മൾ പേടിച്ചാൽ അതപ്പോൾ അത് തിരിച്ച് റിയാക്ട് ചെയ്യുന്ന, അത് കടിക്കാൻ വേണ്ടിയില്ല, അത് ടപ്പോനും പിടിക്കും. കാരണം നമ്മൾ ഈ ഇൻസ്റ്റയിൽ കാണുന്നില്ല പല വീട്ടിൽ വളർത്തുന്ന പട്ടിയും അവിടുത്തെ കുട്ടികളെ കടിക്കുന്ന കാര്യമില്ല. അപ്പോൾ മൂക്ക് അടുത്ത് വരുമ്പോൾ നമ്മൾ പേടിക്കരുത്, അതാണ് ടാസ്ക്. നമ്മളെ പേടിക്കരുത്. സാർ പേടിക്കാതെ കിടക്കണം. അപ്പോൾ നമ്മളൊരു പ്രൊഡ്യൂസറുണ്ട് സുനിൽ പണിക്കർ, പുള്ളി അത്യാവശ്യം കഴിക്കുകയൊക്കെ ചെയ്യും. ഒന്ന് റൂബി വിജയേട്ടൻ്റെ മകനാണ് ഒരു പ്രൊഡ്യൂസർ, വിഷ്ണു വിജയൻ. പിന്നെ ഒന്ന് സുനിൽ പണിക്കർ പറഞ്ഞ സിനിമ ഒരു കാര്യം ചെയ്യും, നമുക്കൊന്ന് ഷോട്ട് വേണം, ആനിമേഷൻ ഗ്രാഫിക്സ് ഒന്നും VFX നടക്കത്തില്ല, നല്ല പൈസ ആവും. ഞാൻ ചെറിയ ടിൻബിയർ വാങ്ങിച്ചിട്ടാണ് കഴിച്ചാൽ മതി. ബിയർ അടിച്ചിട്ട് കിടക്കണം. ഞാനങ്ങനെ കഴിക്കാറില്ല, ഫാമിലിയിൽ ആരും കഴിക്കാറില്ല. ഒരു ബിയറൊക്കെ കഴിക്കും.
വല്ലപ്പോഴും ബിയർ കഴിക്കും. അപ്പോൾ ഞാൻ അയാളടുത്ത് പറഞ്ഞു, അണ്ണാ ഒരു ബിയർ നാപ്പണം വേണ്ട, ആൽക്കഹോൾ സ്മെൽ വന്ന് അപ്പം കടിക്കുമെന്ന്. ഞാൻ പറഞ്ഞു, ഇയാളെന്നെ പേടിപ്പിക്കാൻ വന്ന. എന്നിട്ട് ഇയാൾ കുറച്ച് കഴിഞ്ഞ് കറങ്ങി തിരിച്ചു തുടങ്ങി. അപ്പോൾ 4 ക്യാമറ ഷൂട്ട് ചെയ്യണം, ഡ്രോണൊക്കെ നിൽക്കുന്നു. അയാൾ പറഞ്ഞു, സാർ കൊഞ്ചം പെഡിഗ്രി ഇല്ലേ, അതെ പട്ടിയുടെ ഫുഡ് മറ്റേ കോഴി വേസ്റ്റ് എന്നൊക്കെ ഉണ്ടാക്കുന്നതാണ്, പെഡിഗ്രി കുഴച്ച് വായിക്കാത്ത വെച്ചാൽ അത് വൊമിറ്റ് ചെയ്യാൻ പോകുന്നു. അങ്ങനെ ഈ പുള്ളി ഒരു കപ്പിൽ കുറേ പെഡിഗ്രി കയ്യെണ്ണി ഞാവിടി ആ തമിഴൻ കുഴച്ചുകൊണ്ട് എൻ്റെ വായിക്കാതെ ഒഴിച്ചു തന്നു. അപ്പോൾ നിങ്ങൾ നിൽക്കുക, ഫസ്റ്റ് വൊമിറ്റ് ചെയ്യണം, സിംഗിൾ ഷോട്ടാണ് പോകുന്നത്, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വൊമിറ്റ് ചെയ്യണം, എന്നിട്ട് വീഴണം, വീണിട്ടൊന്ന് വൊമിറ്റ് ചെയ്യണം. അപ്പം ഇത്രയും ഹോൾഡ് ചെയ്യണം, നമ്മൾ ഒറ്റ സിംഗിൾ ഷോട്ടാണ് പോകുന്നത്, കണ്ടിന്യൂറ്റി തെറ്റായിരിക്കും. ഇതിങ്ങനെ കൊണ്ട് വെച്ചിട്ട് ഞാൻ ഫസ്റ്റ് ഇങ്ങനെ വൊമിറ്റ് ചെയ്ത് രണ്ടാമത് ഇങ്ങനെ ആക്കിയപ്പോൾ വയറ്റിൽ പോയില്ല ബാക്കി വെച്ചിരുന്നത്. പക്ഷെ നല്ല മധുരം കേട്ടാ, എനിക്ക് വേണ്ടി പുള്ളി ബിസ്ക്കറ്റ് വല്ലതും ചേർത്താണ്. എന്നിട്ട് ഞാൻ അങ്ങ് വീണിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ആൾക്കാർ മൊത്തം ഇങ്ങനെ പിൻ ഡ്രോപ്പ് സൈലൻറ്റ്, എന്താണ് സംഭവിക്കുന്നത്? പട്ടി വരുന്നു, നേരെ വന്ന് മൂത്രം ഒഴിക്കുന്നു, നേരെ അടുത്ത് വരുന്നു, വിശന്ന് പട്ടിണി കിടന്ന പട്ടിയെ കൊണ്ടുവരണം അത് കഴിക്കാൻ വേണ്ടി. പട്ടി മൊത്തം നക്കി. പക്ഷേ ഇങ്ങനെ കിടന്നു, ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ സിനിമ ഫുൾ ഡൗൺ, പേടിക്കണ്ട, അതൊന്നും ചെയ്യൂല, നമ്മളിങ്ങനെ ആയാൽ അത് കഴിക്കും. അങ്ങനെ കിടന്നോർത്തു, അത് നക്കി വെളുപ്പിച്ചിട്ട് അത് പോയി. എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്യണം, ഡയറക്ടർ മാത്രമേ കാര്യമാണ്. ചിലപ്പോൾ പട്ടി നക്കി കാണുന്നെങ്കിലും ഡയറക്ടർ ജീവിത കഥയാണല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരാളും ഇപ്പൊ ഒരു ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, എന്നാലും ഇങ്ങനത്തെ ഒരു ലെവലിൽ ഡെഡിക്കേഷൻ എടുക്കുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. പക്ഷെ നമുക്ക് എനിക്ക് മനസ്സിലായി അത് ആനിമേഷൻ പേടിനപ്പുറം നമുക്കൊരു ഒരു ഡിസ്കസ്റ്റിംഗ് ഫീലിംഗ് എന്തായാലും വരുമല്ലോ. എന്താ പറയാ, മറ്റേ അതും അവരുടെ എനിക്ക് മനസ്സിലാവും. ഇപ്പൊ എനിക്ക് വീട്ടിലും പട്ടിയുണ്ട്, ഞാനിങ്ങനെ ആലോചിക്കുന്നു പെഡിഗ്രിയുടെ ടേസ്റ്റ് എന്തായിരിക്കും ഇടയ്ക്കിടയ്ക്ക് അപ്പൊ ഞാനും ആ ഒരു ഡെഡിക്കേഷൻ ലെവലാണ് ആലോചിക്കുന്നത്. ഇങ്ങനെ ഇത്രയും ഒരു ലെവലിൽ ഒരാളൊക്കെ പോവാതെ ആലോചിക്കുന്നത്. അതല്ല നമ്മള് ചിലപ്പോ എനിക്ക് കുറച്ച് കഴിയുമ്പോഴേ നമ്മളെ ക്യാരക്ടറിലേക്ക് അങ്ങ് ഇൻവോൾവ് ആകുമ്പോ സിനിമനല്ലോ ജീവനല്ലേ പട്ടി നിൽക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചിട്ട് എന്നാലും ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറിയാന്ന് കേട്ടപ്പോ എന്തായിരുന്നു ഫസ്റ്റ് റിയാക്ഷൻ? അല്ല, അതിലാണ് എനിക്ക് ആക്ച്വലി ചെയ്യണമെന്ന് താല്പര്യം തോന്നി. പറഞ്ഞപ്പോഴും ഓക്കെ, ഒരു ട്രൂ സ്റ്റോറി അല്ലേ, ഇതങ്ങനെ പ്രത്യേകിച്ച് പൈങ്കിളി സിനിമ അങ്ങനെ ഒന്നുമല്ല, എന്നാൽ ഭയങ്കര ഉപദേശമുള്ളോ അങ്ങനെയുള്ള സാധനങ്ങളോ അല്ല. ഇത് പക്ക കൊമേഴ്സ്യൽ മൂവിയാണ്. പക്ഷെ വളരെ റിയൽ ലൈഫ്, അതും ഒരു വേറെ സ്റ്റൈൽ ലൈഫാണ്. അപ്പോൾ അതും ഈ ഡയറക്ടറുടെ തന്നെ സ്വന്തം ജീവിതകഥ അയാൾ തന്നെ എഴുതി അയാൾ തന്നെ ഡയറക്റ്റ് ചെയ്യുന്നതും റെയറാണ്. അങ്ങനെ ഭയങ്കര റെയറായിട്ടുള്ള സാധനം. പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനൊരു കള്ളോടിയൻ്റെ വേഷത്തിൽ ജയസൂര്യ ചെയ്തു വെള്ളം എന്ന മൂവി. ആൾക്കാർ നല്ല ഭയങ്കരമായിട്ട് ആളെ പ്രശംസിച്ച ഒരു ക്യാരക്ടർ അത്, വെള്ളം എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ഇപ്പോൾ ആ ഒരു മൂവി കണ്ടിട്ട് അജു വർഗീസ് പറഞ്ഞായിരുന്നു, അജു വർഗീസിന് ഇങ്ങനെ കുടിക്കാനുള്ള ടെൻഡൻസി കൺട്രോൾ ചെയ്തത് ആ ഒരു മൂവി കണ്ട ആ ഒരു അവസ്ഥ കണ്ടിട്ടാണ്. അപ്പോൾ ഈ ഒരു മൂവിയിലും അങ്ങനെ പലർക്കും ഒരു പ്രചോദനമാണെന്ന് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും അങ്ങനെ തോന്നും. കാരണം ഈ സിനിമയിലെ ടാഗ് തന്നെ നമ്മൾ സിനിമ തുടങ്ങുമ്പോൾ എഴുതി കാണിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി എന്നാണ്. കാരണം അവർ വീട്ടിൽ ചെറുതായിട്ട് കഴിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, കഴിക്കുന്നത് കുഴപ്പമില്ല. പക്ഷേ ഈ അഡിക്ഷനായി കഴിയുമ്പോൾ അനുഭവിക്കുന്നത് ചിലപ്പോൾ സ്ത്രീകളായിരിക്കും. അത് ഭാര്യയാവാം, സഹോദരിയാവാം, അമ്മയാവാം, പിന്നെ കുട്ടികളാവാം. അപ്പോൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ അത് മദ്യത്തിൻ്റെ ഏറ്റവും ദൂഷ്യമായ വശങ്ങളുള്ളൊരു സിനിമയാണ്. അത് ഒരിക്കലും കഴിക്കണമെന്ന് തോന്നത്തില്ല. കാരണം അങ്ങനെയാണ് സിനിമയുടെ ഒരു കഥ, അതിൻ്റെ പോക്ക് അങ്ങനെയാണ്. ഒരാൾ ഫാമിലിയിൽ നിന്ന് എന്തോരം ഡിറ്റാച്ച് ആവുന്നു, ഫാമിലിയോട് സെപ്പറേറ്റ് ആവുന്നതിൻ്റെ ഒരു സൈഡിലായി തുടങ്ങുന്ന സിനിമ. അപ്പോൾ ഇപ്പം ഇനി ആക്ടർ എന്നുള്ളതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ DOP എന്ന നിലയിൽ എന്തൊക്കെയായിരുന്നു ഇതുവരെയുള്ള എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? ഇത്രയും വർഷം ഇപ്പൊ 32-33 സിനിമകളൊന്നും ചെയ്തെന്ന് പറഞ്ഞു. അത് പറഞ്ഞാൽ ഒരുപാടുണ്ട്. DOP എന്നുള്ള ലെവലില് മമ്മൂക്കയുടെ പടം ചെയ്തിട്ടുണ്ട്. ദി ട്രെയിൻ മമ്മൂക്കയായിട്ടുള്ള അനുഭവം ചെറുതൊന്നുമല്ല. കാരണം മമ്മൂക്കയോട് വർക്ക് ചെയ്യുമ്പോൾ എന്നെക്കാളും വലിയ സിനിമാറ്റോഗ്രാഫറാണ് പുള്ളി എന്ന് നമുക്ക് തോന്നുന്നു. ഓരോ മിനിറ്റിലും പുള്ളി വെറുതെ ഇങ്ങനെ നമ്മളൊരു മൊബൈൽ എടുത്താൽ വാട്സപ്പ് നോക്കി ഇൻസ്റ്റാഗ്രാം നോക്കുമായിരിക്കും. പുള്ളി എടുത്തു കഴിഞ്ഞാൽ വേറെ സെർച്ച് ചെയ്യുന്ന വേറെ റേഞ്ച് സാധനങ്ങളാണ്. ഞാൻ പ്രൊഫഷണലി സിനിമാറ്റോഗ്രാഫർ ആണെങ്കിലും എനിക്ക് അറിഞ്ഞിടാത്ത ക്യാമറകളും കാര്യങ്ങളും മമ്മൂക്കയ്ക്ക് അറിയാം. അപ്പോൾ പിന്നെ ഞാൻ ജയരാജ് സാറിൻ്റെ ശിഷ്യനാണെന്ന് പറയുന്നത്. ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാത്രമേ സിനിമ ചെയ്തിട്ടുള്ളൂ, ആരെയും കൂടെ അസിസ്റ്റ് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. അപ്പോൾ ജയരാജ് സാറിൻ്റെ നായിക, ദി ട്രെയിൻ, പകർന്നാട്ടം, ഇതൊക്കെ ഞാൻ ചെയ്ത മൂവീസാണ്. ബേസിക്കലി ഞാൻ സാറിൻ്റെ ശിഷ്യനാണ്. സാറ് ഡയറക്ടറാണ്, ഈ ഫോട്ടോഗ്രാഫിയിലൊരു ഗുരു ഇല്ല. അതെ.
എന്നാലും ഇപ്പം നമ്മൾ പറയാറുണ്ട് ക്യാമറ പലപ്പോഴായിട്ട് പ്രോപ്പർ അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് തന്നെ ഒരു സോൾ ഉണ്ടാവില്ല. അപ്പൊ നമ്മള് നോർമലി ഇട്ട ഒരു ക്യാമറ ഷൂട്ട് ചെയ്യുന്നതും ഓക്കെ കാണുന്നു, പക്ഷെ ആ ഒരു എന്താ പറയാ ആ ഒരു വിഷ്വലിന് മീനിങ് കൊടുക്കുന്നെങ്കിലും നല്ലൊരു DOPക്ക് പറ്റുള്ളൂ എന്ന് പറയാം. നമുക്ക് ഇപ്പൊ മൂവ്മെന്റ് ആണെങ്കിൽ തന്നെ റിതം ഓഫ് പാനിങ്, റിതം ഓഫ് മൂവിങ്, ഇപ്പൊ ജിബ് ട്രാക്ക് ട്രോളി ഒക്കെ ഇടുന്നതിന് നമുക്ക് 3 ഡയമെൻഷൻ വരുത്താൻ വേണ്ടി നമ്മുടെ ക്യാമറ നോർമലി കാണുന്ന എല്ലാം 2D ആണ്, ഒറ്റക്കണ്ണൻ ആണ് ഈ ക്യാമറ. പിന്നെ വെച്ചാൽ മൂഡ് ഓഫ് ലൈറ്റിംഗ് ഉണ്ട്. ഇപ്പോൾ ഒരു ലൈറ്റ് ചെയ്ത് ഒരാളെ വേണമെങ്കിൽ ഒന്ന് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി കുറേ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരാളെ ഭയങ്കര സാഡ്നെസ് തോന്നിപ്പിക്കാൻ പറ്റും, തിരിച്ച് നമുക്ക് ലൈറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ ഒരാളുടെ മൂഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് കഥ ആവശ്യപ്പെടുമ്പോഴാണോ അല്ലെങ്കിൽ ഡയറക്ടർ പറഞ്ഞിട്ടാണോ ലൈറ്റ് സ്ക്രിപ്റ്റ് നോക്കുമല്ലോ, സ്ക്രിപ്റ്റ് നോക്കി അത് അതെ നമ്മളും ഡയറക്ടർ, പക്ഷേ ഒരു ഡയറക്ടർ നല്ല ഒരു ലൈറ്റിംഗ് ടെക്നീഷ്യനോ DOP ആവണമെന്നില്ലല്ലോ. അപ്പോൾ കൂടെ ഇപ്പോൾ ഒരു സിനിമയുടെ അച്ഛനും അമ്മയും ഡയറക്ടറും ക്യാമറമാനും പറയുന്നുണ്ട്. ആരാണ് അച്ഛൻ ആരാണ് അമ്മയെന്ന് അറിയില്ല, പക്ഷേ ഡയറക്ടറും ക്യാമറമാനും പറയാറുണ്ട് സിനിമയുടെ അച്ഛനും. അപ്പോൾ അതൊരു കൂട്ടായിട്ടുള്ള സാധനമാണ്. ഇപ്പോൾ ഫോട്ടോഗ്രാഫിക് സൈഡിൽ ഇപ്പോൾ നൈറ്റ് സീൻ ആണെങ്കിൽ എങ്ങനെ ലൈറ്റ് ചെയ്യണം എന്നൊന്നും ഡയറക്ടർ പറഞ്ഞു തരത്തില്ല. പക്ഷേ അത് പിന്നെ ആ നൈറ്റ് സീനിൽ തന്നെ അതൊരു ഹൊററാണോ അല്ലെങ്കിൽ ഒരു സാഡ്നെസ് മൂഡാണോ എന്നുള്ളത് ലൈറ്റ് ചെയ്ത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ മൂവ്മെൻറ്റ് വെച്ചിട്ടും ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഫൈറ്റ് സീൻ, നമ്മൾ ഫൈറ്റ് സീൻ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഷോട്ടിൻ്റെ ലെങ്ത് ചിലപ്പോൾ ഒരു ഹാഫ് സെക്കൻഡ്, ഒരു 12 ഫ്രെയിം 14 ഫ്രെയിം ഒക്കെ ആയിരിക്കും. അത് മാത്രമല്ല ഭയങ്കര വെച്ചാൽ ഷെയ്ക്കി ആയിരിക്കും. ഒരു ഫൈറ്റ് സീൻ കണ്ടാൽ ഭയങ്കര ഷെയ്ക്കായിരിക്കും. അപ്പോൾ നമ്മൾ കാണുമ്പോൾ ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ ഹാർട്ട് ബീറ്റ് കയറും. അതേപോലെ നമുക്കൊരു പാട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പാട്ട് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, ഭയങ്കര സ്മൂത്ത് ആയിരിക്കും, ചിലപ്പോൾ സ്ലോ മോഷൻ ആയിരിക്കും, ചെറിയ മൂവ്മെൻ്റ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇത് സിനിമാറ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു സൈക്കിളിലാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അത് ഞാൻ എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ അതായിരുന്നു. ബുൾബുൾ സിനിമ കണ്ടിട്ടുണ്ടോ? ബുൾബുൾ അല്ലെങ്കിൽ ട്രാൻസ്, ആ മൂവി, പിന്നെ നമ്മുടെ അമൽ നീരദിന്റെ മൂവി, ഇതിനൊക്കെ ഒരു പ്രത്യേക കളർ ടോൺ ഉണ്ട്. അത് എഡിറ്റിംഗ് ലൈക്ക് ആ ഒരു കളർ പോസ്റ്റ് പ്രൊഡക്ഷനിൽ DI എന്ന് പറയാം, ഡിജിറ്റൽ ഇന്റർമീഡിയറ്റ് DIയിലാണ് എനിക്ക് ഗെയിം. പക്ഷെ അത് നമ്മൾ സിനിമാറ്റോഗ്രാഫർ തന്നെ തീരുമാനിച്ചിട്ട് കോസ്റ്റ്യൂം ഉൾപ്പെടെ സപ്പോർട്ട് ആവണം. ശ്രദ്ധിച്ചാൽ മതി, ഒരുപാട് ഹോളിവുഡ് സിനിമകളിലൊക്കെ മിക്കവാറും 2 അല്ലെങ്കിൽ 3 ടോൺസിനപ്പുറം പോകാറില്ല. നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മൊത്തം നോക്കിയിട്ട് അതിന് മാച്ച് ചെയ്യുന്ന അതിന്റെ കോൺട്രാസ്റ്റ് ലെവൽ ടോൺസ് ആയിരിക്കും കോസ്റ്റ്യൂമിലും പ്രോപ്പർട്ടീസിലും ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് കളർ ഗ്രേഡ് ചെയ്യുമ്പോഴും ആ ലെവലിൽ പിടിച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇപ്പോൾ ഹൊറർ മൂവിക്ക് ഒരു കളറോട് അങ്ങനെ പറയില്ലേ, പക്ഷെ ഈ ഒരു കളറ് ആ ഒരു ടോൺ എന്ന് പറയുന്നത് ഓഡിയൻസിന് ഭയങ്കരമായിട്ട് എഫക്റ്റ് ആവുന്നത്. ഒരുപാട് സൈക്കിളി ഇപ്പൊ വയലറ്റ്, ഡ്രീം, ഓരോന്നിനും ഓരോ ടോണുണ്ട്. ഇപ്പൊ പിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേഡീസ് അല്ലെങ്കിൽ അങ്ങനെ വരുന്ന പോലെ, ഇപ്പൊ ചൂടെന്ന് പറഞ്ഞാൽ ചുവപ്പ്, തണുപ്പെന്ന് പറഞ്ഞാൽ ബ്ലൂ എന്ന് പറയുന്ന കണക്ക് ഓരോന്നിനും സൈക്കിക്കലി കണക്ട് ചെയ്യുന്ന കുറെ ടോൺസ് ഉണ്ട്. അതൊക്കെ നോക്കിയിട്ടാണ് ഒരു ഫ്രെയിമും സെറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് എല്ലായിടത്തും നോക്കാൻ പറ്റില്ല. നമുക്ക് മലയാളം സിനിമയിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാവുന്ന ഫണ്ടും ഇവിടെ തിയേറ്റേഴ്സിന്റെ എണ്ണവും, ഇപ്പൊ ജസ്റ്റ് തമിഴിലേക്ക് പോയാൽ അവിടെ ഒരു 3000 തിയേറ്റർ ഉണ്ടെങ്കിൽ ഇവിടെ 300, ഈ ഒരു റേഷ്യോ ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ബഡ്ജറ്റ് അതിനായിട്ട് ബേസ് ആയിരിക്കും എല്ലായിരിക്കും. നമ്മളിപ്പോൾ ഒരു സ്ഥലം ഇപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ ചിലപ്പോൾ ഒരു 5-6 ബിൽഡിംഗ് ഉണ്ട്, അതിൽ ഒരു ബിൽഡിംഗ് മാത്രം നമ്മൾ ഉദ്ദേശിച്ച നിറമല്ല. അപ്പോൾ ആ ബിൽഡിംഗ് മൊത്തം കളർ ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബഡ്ജറ്റ് ഫണ്ട് സപ്പോർട്ട് ചെയ്യണം. വലിയ പടങ്ങളൊക്കെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, മൊത്തം കളർ മാറ്റിയിട്ട് അടിച്ചു കൊടുക്കുമെന്നൊക്കെ പറയാം. അപ്പോൾ അതൊക്കെയുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് ഗ്രാഫിക്സിലോ VFXിലോ കളറൊന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാ സാധനങ്ങളും ചെയ്യാൻ പറ്റത്തില്ല, പറ്റും, പക്ഷെ അത് ഭയങ്കര എക്സ്പെൻസീവ് ആവും. അപ്പോൾ ഇതെല്ലാം ഫണ്ടിനെ ബേസ് ചെയ്തിരിക്കും. ഈ ഒരു DOPക്ക് ഭയങ്കര ഫ്രീഡം കിട്ടാറുണ്ടോ മൂവി എന്ന് വരുമ്പോൾ? ലൈക്ക് ഇപ്പോൾ ഡയറക്ടേഴ്സിനും ആണ് ഏറ്റവും കൂടുതൽ ഫ്രീഡം ഒരു സിനിമ എങ്ങനെ എന്താക്കണമെന്ന്. അപ്പോൾ അതേ ഒരു ഈക്വൽ ഫ്രീഡം DOPക്ക് കിട്ടാറുണ്ട്. പിന്നെ നല്ല ഡയറക്ടേഴ്സ് എല്ലാം ഫുൾ ഫ്രീഡം തരും. കാരണം അവർ കോൺട്രിബ്യൂഷൻസ് ആണ്. അപ്പോൾ ഒരു ആർട്ട് ഡയറക്ടർ പുള്ളിയുടെ കോൺട്രിബ്യൂഷൻ നമ്മൾ ആരുടെ അടുത്ത് പറയുകയാണെന്താ, ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു കട്ടിൽ വേണം, ഇവിടെ കട്ടിൽ വേണം, ബെഡ്റൂമാണ്, ഇത് വേണം, മേശ വേണമെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. പുള്ളി അപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ഏത് കാലഘട്ടമാണ്, അവിടെ 40-ലാണ്, 40 ഇങ്ങനത്തെ കട്ടിലാണ്, ഇവിടെ 40 റെഫറൻസ് എടുക്കുന്നു, 40 തന്നെ ഇങ്ങനത്തെ ഒരു കട്ടിൽ അല്ലെങ്കിൽ മേശ, അത് ഈ ഇപ്പോഴത്തേക്ക് ഉപയോഗിക്കുന്ന ഫാമിലി എത്രത്തോളം റിച്ച് ആണ്, അല്ലെങ്കിൽ എങ്ങനെ വേണം, ഇതൊക്കെ അപ്പോൾ പുള്ളിയുടെ കോൺട്രിബ്യൂഷൻ ഇങ്ങോട്ട് വരും. നമ്മൾ പറയുന്നത് പോലെ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഒരു ക്യാമറ ഓപ്പറേറ്റർ മതി. ഈ ക്യാമറ ഓപ്പറേറ്ററും സിനിമാറ്റോഗ്രാഫറും ഫോട്ടോഗ്രാഫി ഡയറക്ടറും വീഡിയോഗ്രാഫറും ഒക്കെ എല്ലാം ഓരോരോ വ്യത്യാസമുണ്ട്. ഇപ്പം ഞാനിപ്പോൾ പടത്തിൽ DOPയും കൂടെയാണ്. ഞാൻ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി ഡയറക്ടറാണ്. ക്യാമറ ഓപ്പറേറ്റ് ചെയ്തത് എൻ്റെ അസിസ്റ്റൻസ് ആണ്, ക്യാമറ ഓപ്പറേറ്റേഴ്സ് ആണ് ക്യാമറ ഓപ്പറേറ്റ് ചെയ്തത്.
പറഞ്ഞു കൊടുക്കുന്നത്. അതാ നേരത്തെ പറഞ്ഞത്. ലൈറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ലൈറ്റിംഗ് മാത്രം തീരുമാനിക്കും, എല്ലാം കഴിഞ്ഞിട്ട് നോക്കാനുള്ള ടെൻഷൻ. ലൈറ്റിങ്, അതിന്റെ മൂവ്മെന്റ്, ഫ്രെയിമിന്റെ റേഞ്ച്, ഈ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്തിട്ട് നമ്മൾ ക്യാമറ ഓപ്പറേറ്റേഴ്സിനെ അഭിനയിക്കണം. എങ്ങനെ ഫസ്റ്റ് ഷോട്ട് എടുത്തപ്പോ ലൈക് ടെൻഷൻ കൊണ്ട് തെറ്റിക്കോ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു? തെറ്റിച്ചിട്ടില്ല, പക്ഷെ ഫസ്റ്റ് ഞാനെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. അങ്ങനെയല്ല, പക്ഷെ അതെന്തോ പക്ഷേ നമ്മളെ ഈ ഡയറക്ടറെ കൂടെ അഭിനയിക്കുന്ന, അതിന്റെ കൂടെ ഒരു സെൻട്രൽ ക്യാരക്ടർ ചെയ്തേക്കുന്നത് ഇതിന്റെ ഒരു പ്രൊഡ്യൂസറായ സുനിൽ പണിക്കറാണ്. അപ്പൊ എനിക്ക് ഇവരെ കുറെ നാളായിട്ട് അറിയാം. ഇവര് നമ്മൾ കൂടെ ഉള്ളത് കൊണ്ട് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. തെറ്റിയാലും ചീത്ത വിളിക്കില്ല എന്നുള്ള സാധനമൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളെ കൂട്ടത്തിൽ ഉള്ളതായതുകൊണ്ട് നമ്മൾ റിലാക്സ്ഡ് ആണെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ടെൻഷനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അഭിനയിക്കാൻ പറ്റും എന്നുള്ളതാണ്. സെറ്റൊക്കെ ഭയങ്കര എൻ്റെ ഞാൻ DOP വർക്ക് ചെയ്യുന്ന സെറ്റായപ്പോലും ഒരു ഫ്രണ്ട്ലി ആംബിയൻസ്, ഫാമിലി അറ്റ്മോസ്ഫിയറിലാണ് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ സെറ്റുകളാണ് ഇഷ്ടം. വലിയ സിനിമാക്കാരെ എപ്പോഴും പേടിയാണ്. എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ള ഒരു പേടിയാണ്. ഈ സെറ്റിൽ എന്തെങ്കിലും ഹയറാർക്കി സിസ്റ്റം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ലൈക്ക് ഒബ്വിയസ്ലി നമുക്ക് ഒരു സെറ്റില് ഓരോരുത്തർക്ക് ഹയറാർക്കി വൈസ് ഡിവൈഡ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഇത് നോക്കാറുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഉള്ളതുപോലെ സിനിമയ്ക്കകത്തും ഉണ്ടാവും ഈഗോ ഇഷ്യൂസും ഹയറാർക്കിയൊക്കെ എല്ലായിടത്തും ഉണ്ടാവും. ഒരു സിനിമയുടെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ഷിപ്പ് ഓഫ് ദി ക്യാപ്റ്റൻ ഡയറക്ടർ തന്നെയാണ്. അതായത് ക്യാപ്റ്റൻ പുള്ളി തന്നെയാണ്, സിനിമയുടെ ക്യാപ്റ്റൻ ഡയറക്ടറാണ്. അവിടെ നിന്ന് എല്ലാവർക്കും എല്ലാ സാധനങ്ങളും ഉള്ള പോലെ പൊസിഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ ഈഗോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതെല്ലാ മേഖലയിലും ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ സെറ്റുകൾ ഉണ്ടാവാം, പക്ഷേ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് ഞാൻ കംഫർട്ട് ആവുന്നത് വലിയ സിനിമകളിലല്ല. ഞാൻ എപ്പോഴും കൂടുതലും ഒരുപാട് പുതുമുഖങ്ങളെ കൂടെ ഞാൻ സിനിമ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേരുടെ. അപ്പോൾ അത് എപ്പോഴും എനിക്കൊരു ഫാമിലി ആംബിയൻസിൽ വർക്ക് ചെയ്യാണ് ഞാൻ കംഫർട്ട് എപ്പോഴും. ഓക്കെ, അപ്പൊ നമ്മുടെ സിനിമ ഇങ്ങനെ റിലീസിന് ഒരുങ്ങി റെഡി ആയി നിൽക്കുവാണ്. എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? ഇത് ഒരു കുഞ്ഞു സിനിമ എന്ന് പറയുന്നില്ല, എനിക്ക് വലിയ സിനിമയാണിത്. അപ്പോൾ ഒരുപാട് വലിയ സിനിമകൾ വിജയിപ്പിച്ചിട്ടുള്ള നമ്മുടെ സ്നേഹമുള്ള ഓഡിയൻസ്, പ്രേക്ഷകർ ഈ സിനിമയും കാണണം. ഒരുപാട് വലിയ സിനിമകൾ വിജയിപ്പിച്ചതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി ഈ എൻ്റെ കുഞ്ഞു വലിയ സിനിമയെ കരപിടിച്ച് കയറ്റണം, അനുഗ്രഹിക്കണം. അതെ, അഭി പറഞ്ഞ പോലെ തന്നെ സിനിമ വൻ വിജയകരമായിട്ടെന്ന് ആശംസിക്കുന്നു. ഈ DOP എല്ലാം അതിനപ്പുറം ഒരുപാട് നല്ല ക്യാരക്ടേഴ്സിലൂടെ വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.